ശ്രീരാമചന്ദ്രൻ എന്ന പൊന്നാത്തെ പ്രതിഭ, ചന്ദ്രൻ പൊന്നാത്ത്, സഹപ്രവർത്തകർ കാർസി പൊന്നാത്ത്, ഉത്തരേന്ത്യക്കാർ കാർസി നായർ, നമ്മുടെ ചന്ദ്രൻ മാഷ്, ചന്ദ്രേട്ടൻ, ചന്ദ്രൻ, ഭർത്താവ്, അച്ഛൻ, ആങ്ങള, അമ്മാവ, വല്യേട്ടൻ, വല്യമ്മാമ, പിന്നെ സാമ്പ്രദായിക നായർ തറവാട്ടിലൂടെ സ്വായത്തമാക്കിയ നായരസത്തിൽ ഊന്നിയ ക്ലിയോപാട്രയെ സ്നേഹിച്ച പ്രണയിച്ച ഒരു കൊച്ചു മാടമ്പി. ചെമ്മങ്ങാട്ട് ബാലകൃഷ്ണൻ നായരുടെയും പൊന്നാത്ത് പാറുകുട്ടിയമ്മയുടെയും 6 മക്കളിൽ മൂന്നാമത്തെ ആൺകുട്ടിയായി 1958 ജനനം. വൈക്കത്തൂർ UP, വളാഞ്ചേരി ഹൈസ്കൂൾ, MES എന്നിവിടങ്ങളിൽ നിന്ന് പ്രാഥമിക വിദ്യാഭ്യാസം, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും പ്രൈവറ്റ് ഡിഗ്രി. കുടുംബപരമായി സിദ്ധിച്ച പാരമ്പര്യ വസ്ത്ര വ്യാപാരത്തിൽ, അത് വളാഞ്ചേരിയിലൂന്നിയ പാരമ്പര്യ വസ്ത്ര വ്യാപാരം എന്ന് പ്രത്യേകം എടുത്തു പറയണം. കാരണം അവരുടെ പിൻതലമുറക്കാർ ഇന്നും വളാഞ്ചേരിയിൽ വസ്ത്ര വ്യാപാര രംഗത്ത് തിളങ്ങി ശോഭിച്ച് തന്നെ നിൽക്കുന്നുണ്ട്. അമ്മാവന്മാരായ ഗോപിയമ്മാവുടെയും കുട്ടിശങ്കരൻ മാമയുടെയും ശിക്ഷണത്തിൽ തുണി മുറിച്ചു കൊടുത്തുകൊണ്ട് വളാഞ്ചേരിയിൽ തൻ്റെ കർമ്മരംഗത്തിന് തുടക്കം കുറിച്ചു. പിന്നീടാണ് സമാന്തര വിദ്യാഭ്യാസ മേഖലയിലേക്കുള്ള കാൽവെപ്പ്. അവിടെയാണ് പ്രതിഭാ ചന്ദ്രൻ്റെ ജനനം. പ്രതിഭ മഴവഞ്ചേരി മനയിൽ 6 കുട്ടികളെയും കൊണ്ട് 1979 തുടക്കം. അന്ന് ചന്ദ്രമാഷില്ല. സുഹൃത്തുക്കളായ സഹപാഠികളുമായ KT രാമകൃഷ്ണൻ മാഷ്, EP രവിമാഷുടെയും ട്യൂഷൻ സംരംഭത്തിൻ്റെ തുടക്കം വസ്ത്രവ്യാപാര രംഗത്ത് ഇരുന്നു കൊണ്ട് നോക്കിക്കാണുന്ന പൊന്നാത്ത ചന്ദ്രനാണെന്ന്. വൈകുന്നേരങ്ങളിൽ തന്നെ കാത്തിരിക്കുന്ന സുഹൃത്തുക്കൾക്ക് മസാല ദോശ വാങ്ങിക്കൊടുത്ത് തന്നിലെ കാരണവരെ പൊന്നാത്ത ചന്ദ്രൻ മിനുക്കി കൂടെ വളർത്തിയിരുന്നു എന്നതിന് KT EP-യും സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. 1980 ട്യൂഷൻ RK-യുമായി ചേർന്നു. 81 ചന്ദ്രമാഷെ കൂടി ഉൾപ്പെടുത്തി 600 രൂപ മൂലധനത്തിൽ തുടങ്ങി പ്രതിഭ പിന്നീട് സമാന്തര വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ മുഖവര തന്നെ മാറ്റിമറിച്ചു. വളാഞ്ചേരിയുടെ ചരിത്രത്തിൽ അടയാളപ്പെടുത്തുന്നതിൻ്റെ 3 അക്ഷരം പ്രതിഭ. 3 ആളുകൾ, മൂവർ. അതിൽ കാരണസ്ഥാനം സ്വയം സാക്ഷ്യപ്പെടുത്തി പൊന്നാത്ത ചന്ദ്രൻ പ്രതിഭാ ചന്ദ്രൻ മാഷായി. 82 ട്യൂഷൻ ബാച്ചും 83 ട്യൂട്ടോറിയൽ ബാച്ചിനും തുടക്കമായി. ഒരു സമയത്ത് 1600 കുട്ടികളിൽ വരെ ഉണ്ടായിരുന്ന കാലം, യൂണിഫോമിന് തുടക്കമിട്ട കാലം, വളാഞ്ചേരിയുടെ ഒരു മുഖം തന്നെ മാറിയ കാലം, പ്രതിഭയിൽ ചേർന്നാൽ കുട്ടി വിജയിച്ചു വരും എന്ന് പ്രചരിച്ച കാലം, കർമ്മോത്സുകരായ നിരവധി അഭ്യസ്തവിദ്യരായ അധ്യാപകരുടെ നിര ചന്ദ്രൻ മാഷുടെ പിറകിൽ അണിനിരന്നു. പഠിച്ചവരോ പഠിപ്പിച്ചവരോ ആയി പ്രതിഭയുമായി രക്തബന്ധമില്ലാത്തവർ ഇവിടെ വിരളം. അതും ചിത്രം, ചരിത്രം, പ്രതിഭയുടെയും ചന്ദ്രൻ മാഷുടെയും. മൂവരിൽ KT രാമകൃഷ്ണൻ മാഷും EP രവിമാഷും ജോലി തരായി മറ്റു മേഖലകളിലേക്ക് മാറിയപ്പോൾ കാരണവരോ പ്രിൻസിപ്പളോ അത് ചന്ദ്രൻ മാഷ് തന്നെ. പ്രതിഭയുടെ പ്രതാപകാലം ഒപ്പം ചന്ദ്രൻ മാഷുടെയും. ചന്ദ്രൻ മാഷെ അടയാളപ്പെടുത്തുമ്പോൾ ഇംഗ്ലീഷിനോടുള്ള, ഷേക്സ്പിയറോടുള്ള, ഷെല്ലിയോടുള്ള ഭ്രമവും പ്രണയവും അതിൻ്റെ കൂടെ തന്നെ പറയേണ്ടതാണ്. വാഹനഭ്രമം അതൊട്ടും ചെറുതല്ല. നീണ്ടു മെലിഞ്ഞ് 6 അടിയിൽ കൂടുതൽ ഉയരമുള്ള അതികായൻ. പാൻസും ഷർട്ടും ഫുൾ കൈ ഷർട്ടും ഇൻസൈഡുമായി സാക്ഷാൽ പ്രതിഭയുടെ പ്രിൻസിപ്പലിൻ്റെ ഒരു വരവുണ്ട്. ബുള്ളറ്റാണ് അദ്ദേഹത്തിൻ്റെ രഥം. അതിൻ്റെ ശബ്ദം, കുട്ടികളുടെ അടക്കം പറച്ചിലുകളും അനങ്ങാതെ പിൻ ഡ്രോപ്പ് സൈലൻസ് ആവുന്ന രംഗവും അത് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനെ പോലും നാണിപ്പിക്കും. SI CIയും ഒന്നുമല്ല. അന്ന് സിഗരറ്റ് വലി ഓഫീസ് റൂമിൽ അതൊരു പ്രതാപമാണ്. തൊട്ടടുത്ത SI കുറ്റവാളികളെ വിരട്ടുന്നതിനേക്കാൾ ഗൗരവത്തിൽ ഗൃഹപാഠം ചെയ്യാത്തവനോടും സ്വൽപ്പം പ്രായത്തിനൊത്ത കുറുമ്പ് കാട്ടുന്നവനോടും സമാന്തര കാരണവർ ഒരു ദാക്ഷിണ്യവുമില്ലാതെ
വിരട്ടും. അന്ന് ബാലാവകാശ കമ്മീഷൻ കേസെടുത്താൽ അന്നത്തെ രക്ഷിതാക്കൾ ബാലാവകാശ കമ്മീഷന്റെ മുഖമടിച്ചിരുന്ന കാലത്ത് കാരണവർ തിളങ്ങി, പ്രതിഭ വിളങ്ങി. കുട്ടികൾ വിജയത്തിൻ്റെ പതാകാവാഹകരായി. അതാണ് ചന്ദ്രൻ മാഷ്, അതാണ് പ്രതിഭ, അതാണ് കാലം. പ്രതിഭയുടെയും ചന്ദ്രൻ മാഷിയുടെയും പ്രതാപം അതിൻ്റെ അത്യുന്നതയിൽ നിൽക്കുന്നിടത്താണ് 1996 ഏപ്രിൽ 21. അതൊരു കരിദിനമാണ്. ആ ദിനം പ്രതിഭയുടെയും വളാഞ്ചേരിയുടെയും തലയ്ക്കടിയേറ്റ കരിദിനമായ ഒരു ദിവസമാണ്. ഒരാഴ്ച മുന്നേ തൻ്റെ സഹോദരി ബാലാമണി ടീച്ചറുടെ അവരുടെ അളിയൻ രാജേട്ടൻ്റെയും അവർ വീട്ടിൽ വന്ന് തിരിച്ചു പോകുമ്പോൾ കൊട്ടാരത്ത് വെച്ച് ഒരു ആക്സിഡൻ്റായി, ബൈക്ക് ആക്സിഡൻറ്റ്. അവർക്ക് കാര്യമായ സാരമായ പരിക്കേറ്റു. വിദഗ്ധ ചികിത്സയ്ക്കായി വെല്ലൂരിലേക്ക് കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിലാണ് കൊണ്ടുപോകാൻ തീരുമാനിച്ചത്. അപ്പം സ്ട്രക്ചറിൽ ഈ രാജേട്ടൻ്റെ, ബാലാമണി ടീച്ചറുടെ ഹസ്ബൻഡ് രാജേട്ടൻ്റെ നട്ടലുമായി പരിക്കേറ്റ അദ്ദേഹവുമായി വെല്ലൂർക്ക് പോവുകയാണ്. ചന്ദ്രൻ മാഷാണ് മുന്നിൽ സീറ്റിലിരിക്കുന്നത്. തുണയ്ക്ക് ഏറ്റവും ചെറിയ അനിയനായിട്ടുള്ള സുദീപിനെ കൂട്ടിയിട്ടുണ്ട്. ഒപ്പം റോയൽ ടെക്സ്റ്റൈൽസിൽ തൻ്റെ അമ്മാവൻ്റെ തന്നെ മകനായിട്ടുള്ള വേണു എന്ന് പറയുന്ന ആളുമായി വളാഞ്ചേരിയിൽ നിന്ന് വെല്ലൂരിലേക്കുള്ള ആംബുലൻസുള്ള യാത്രയുടെ തുടർച്ചയാണ്. ആ തുടർച്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പുലർച്ചെ 6:30 അട്ടപ്പട്ടി എന്ന് പറയുന്ന സേലത്തിനടുത്തുള്ള ഒരു സ്ഥലത്ത് വണ്ടി ഇടിക്കുകയും ഛിന്നമഗ്നമാവുകയും ചെയ്യാം. ആ സമയത്ത് ആരുമില്ല, പുലർച്ചെയാണ്. തൊട്ടടുത്തുള്ള എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ ഒരു ഹോസ്റ്റലുണ്ട്. കുട്ടികളൊക്കെ കൂടി ഓടി വരികയും അതിൽ ഡ്രൈവർ ആ സമയത്ത് തന്നെ മരിച്ചു. സേലം ഹൈവേയിലേക്ക് സ്ട്രക്ചറിൽ നിന്ന് രാജേട്ടൻ വീഴുകയും ആ ഹൈവേയിൽ രാജേട്ടനും ദാരുണാന്ത്യമേറ്റു. നമ്മൾ റോയൽ ടെക്സ്റ്റൈൽസ് ഉടമ വേണു, അദ്ദേഹവും മരിച്ചു. 3 പേരുടെ ദാരുണാന്ത്യത്തിന് സാക്ഷ്യം വഹിച്ച ആക്സിഡൻ്റാണ്. അതിൽ സുദീപിൻ്റെ മുഖം വെർട്ടിക്കലായിട്ട് കംപ്ലീറ്റ് പൊളിഞ്ഞു. അദ്ദേഹം തീർത്തും സീരിയസ് ആയിട്ട് അബോധാവസ്ഥയിലാണ്. എന്തോ ഭാഗ്യം കൊണ്ട് പുറത്തേക്ക് തെറിച്ച ചന്ദ്രൻ മാഷ് അദ്ദേഹത്തിൻ്റെ മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ കിട്ടിയ നേരിയ ഓർമ്മയിൽ അദ്ദേഹം പറഞ്ഞു കൊടുത്ത നമ്പർ 26 44 616 പഴയ പ്രതിഭയുടെ നമ്പറാണ്. ഈ 6:45 സമയത്തൊന്നും ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലും ഫോൺ എടുക്കാൻ ആരും ഉണ്ടാവില്ല, ഓഫീസ് തുറക്കാൻ സമയമായിട്ടില്ല. പക്ഷെ എഞ്ചിനീയറിംഗ് കോളേജിലെ കുട്ടികളുടെ ബുദ്ധി കൊണ്ട് തൊട്ടടുത്ത കൂട്ടിയും കിഴിച്ചുമുള്ള നമ്പറുകളിലൊക്കെ വിളിച്ചപ്പോൾ അത് 26 44 620 എന്ന് പറയുന്ന ഒരു നമ്പറിൽ ഫോൺ കിട്ടുകയും അത് എയർലൈൻസ് ഹോട്ടൽ എന്ന് പറയുന്ന പണ്ട് കാലത്ത് വളാഞ്ചേരി ഉണ്ടായിരുന്ന ഇപ്പോഴത്തെ സ്വാഗത ബാർ പ്രവർത്തിക്കുന്ന ഒരു ഹോട്ടൽ നമ്പർ ആയിരുന്നു അത്. അവർക്ക് വിവരം കൈമാറുകയും ആ വിവരം EP രവിമാഷയെ അറിയിക്കുകയും ചെയ്യുന്നിടത്താണ് ഇത് നമ്മൾ വളാഞ്ചേരി അറിയുന്നതും ലോകമറിയുന്നതും അഭ്യുതകാംക്ഷികൾ നമ്മൾ സേലത്തേക്ക് യാത്ര തിരിക്കുന്നതും. സേലം അപകടത്തിൽ നിന്ന് മുന്നേറാൻ കഴിയുന്നതിലപ്പുറം ചന്ദ്രൻ മാഷ് തളർന്നു. പ്രതിഭ അതിൻ്റെ നെടുന്തൂൺ തകർന്ന് താഴ്ചയിലേക്ക് കൂപ്പുകുത്തി. സമാന്തര പ്രസ്ഥാനങ്ങൾ രൂപം കൊണ്ടു. പ്രതിഭ അക്കാഡമിക് കമ്പ്യൂട്ടർ സെന്റർ എന്ന പാക്സ് എന്ന പേരുള്ള ഒരു കമ്പ്യൂട്ടർ സ്ഥാപനം മലപ്പുറം ജില്ലയിൽ 3ാമത്തെ കമ്പ്യൂട്ടർ സ്ഥാപനമായിട്ട് വളാഞ്ചേരിയിൽ രൂപം പ്രാപിച്ചു. പക്ഷേ അതൊന്നും മുന്നേറ്റമുണ്ടാക്കാനായില്ല. പ്രതിഭയുടെ തൻ്റെ താളപ്പിഴകൾ ജീവിതത്തിൻ്റെ സർവ്വമേഖലയിലും ബാധിച്ച് ചന്ദ്രൻ മാഷയുടെ ക്ലാസ്സിന് വേണ്ടി കാത്തിരുന്നവരെ നിരാശപ്പെടുത്തുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ മാറി. കാരണങ്ങൾ പലതാവാം. പ്രതീക്ഷകൾക്കൊത്തു വരാതാവുമ്പോൾ പകരക്കാർ വരുമെന്ന പ്രകൃതി നിയമം അത് സത്യമാണല്ലോ. അത് പുതിയ ചുവടുവെപ്പാവാം, അല്ലെങ്കിൽ കൂടെയുള്ളവരുടെ ചുവട് മാറ്റവുമാവാം. എങ്ങനെ വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. ചന്ദ്രൻ മാഷ് എന്ന ഇംഗ്ലീഷ് സാമ്രാജ്യത്തിൽ നിന്നും പല നാട്ടുരാജ്യങ്ങളും സ്വയം പര്യാപ്തമായി. പ്രതിഭ സത്യത്തിൽ നിലം പരിശമായി. 3 ബാക്കിയുള്ള ആളുകൾക്ക് രാമകൃഷ്ണൻ മാഷ്കായാലും രവിമാഷ്കായാലും ജോലിയുള്ളതിനാൽ അവരെയൊന്നും അത് കാര്യമായി ബാധിച്ചില്ല. ചന്ദ്രൻ മാഷെ അത് പൂർണ്ണമായി ബാധിച്ചു എന്നതാണ് പരമാർത്ഥം സത്യം. താൻ പ്രണയിച്ച, പ്രയത്നിച്ച പ്രതിഭയും ഷേക്സ്പിയറും ഷെല്ലിയും കീറ്റ്സും പ്രായോഗിക ജീവിതത്തിൽ തുണയായി ഭവിക്കാത്തതിൻ്റെ വൈക്ലഭ്യവുമായി ശ്രീരാമചന്ദ്രൻ അലഞ്ഞു. വോഡഫോണിൽ ഇൻസ്റ്റാളേഷൻ മാനേജരായി ശ്രീമാൻ ഗിരി പൂക്കാട്ടിയൂരിൻ്റെ കൂടെ കൂടി
കുടുംബക്കാരനാണ്, ബന്ധുവാണ്. ഭാവനയും ഭവ്യതയും ഒരുമിച്ച് പോവില്ല എന്നറിഞ്ഞതോടെ വിടവാങ്ങി. MS ഹോസ്പിറ്റലിൽ കുഞ്ഞുമോൻ്റെ ഒപ്പം സഹയാത്രികനായി. കച്ചവടം തനിക്ക് പറ്റില്ലെന്ന് തിരിച്ചറിഞ്ഞ് അവിടുന്നും ഇറങ്ങി. അക്ബർ ട്രാവൽസുമായി ചേർന്ന് ഡൽഹിയിലും കൽക്കത്തയിലും ഒരു കൈ നോക്കി. ഇംഗ്ലീഷ് ഭാഷ തുണയായി ഭവിച്ചു. പക്ഷേ കയ്യിലിരിപ്പ് ഒട്ടും തുണച്ചില്ല. വീണ്ടും കാരണവർ വളാഞ്ചേരിയിൽ. അനുജൻ ഉണ്ണിയുമൊത്ത് ദുബായിൽ യാദൃച്ഛികമായി പ്രതിഭയുടെ ശിഷ്യൻ നാരായണനെ കാണുന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ക്യാമ്പസ് സെന്ററിൽ ജോലി തരമായി. 4 വർഷം ആ യാത്ര നീണ്ടു. വീണ്ടും നാട്ടിലേക്ക്. തിരുവേഗപ്പുറ ജേക്കോം കോളേജിൽ ഇംഗ്ലീഷ് അധ്യാപകനായി വീണ്ടും അധ്യാപക വൃത്തിയിലേക്ക് ഒരു എത്തിനോട്ടം. ഒപ്പം മലയാളം അധ്യാപികയായി യമുന ടീച്ചർക്കും വരാനുള്ള ഭാഗ്യമുണ്ടായി. രണ്ടുപേരും ചേർന്ന് ഒരേ സമയം ഒരേ സ്ഥലത്ത് ജോലി ചെയ്യുന്ന കുറച്ച് കാലഘട്ടം അതൊരു അത്ഭുതവും അനുഭൂതിയുമായിരുന്നു. പിന്നെ കൊറോണ, പ്രളയം, ജീവിതം വീണ്ടും എന്താ പറയുക. ഒടുവിൽ നെല്ലേക്കാട്ട് കുടുംബത്തിൻ്റെ കാരണവരായി കരുതലോടെ കുടുംബസ്നേഹത്തോടെ പൊന്നാത്ത് രാമചന്ദ്രനായി വീണ്ടും കാണാമെന്ന ഒരു വാക്കുമായി മുന്നേ നടന്നു.